ഹായ് ഫ്രണ്ട്സ്, ഉഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പ്രിയങ്ക, നമ്മുടെ സീരിയൽ കോമഡി ആർട്ടിസ്റ്റ് പ്രിയങ്ക ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ ഒന്ന് കണ്ടിരുന്നു. പ്രിയങ്ക ചേച്ചി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ചേച്ചിയുടെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ കാണുന്നത്. ഇന്നുവരെ ഞാൻ ചേച്ചിയുടെ മറ്റൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ താല്പര്യത്തോടു കൂടെ അത് കണ്ടു. അതിൽ ചേച്ചി മെയിൻ സ്ട്രീമിൻ്റെ ഒരു അവതാരകനായിരുന്നു. എനിക്ക് പൊതുവെ മെയിൻ സ്ട്രീമിൻ്റെ അവതാരകന്മാരെ ഇഷ്ടമല്ല. അയാൾ വളരെ ഇറിറ്റേറ്റ് ചെയ്താണ് ചേച്ചി ഇൻ്റർവ്യൂ ചെയ്തത്. എങ്കിൽ തന്നെ ചേച്ചി അതിനോട് കിട പിടിച്ചു നിന്ന് ചേച്ചി ജയിച്ചു. അതൊക്കെ എനിക്ക് വളരെ സന്തോഷം. പക്ഷേ ലാസ്റ്റ് എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു പോയിന്റ് കേട്ടപ്പോഴാണ് എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. കാരണം ചേച്ചി വേടനെ ന്യായീകരിച്ചുകൊണ്ടൊരു പ്രസ്താവന പറഞ്ഞു. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ, ചേച്ചി ശരിക്കും പുരുഷന്മാരെ ന്യായീകരിച്ചാണ് സംസാരിക്കുന്നത്. അതൊക്കെ നല്ല കാര്യം. സ്ത്രീകളെ പോലെ പുരുഷന്മാർക്കും അവകാശമുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷേ വേടനെ ന്യായീകരിച്ചത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല 100%. കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോൾ വേടനെ ഒരു ഡോക്ടർ വേടനെതിരെ പ്രസ്താവനയായിട്ട് വന്ന് 5 തവണ പീഡിപ്പിച്ചിട്ടുണ്ട്, 5 സ്ഥലത്ത് വെച്ച് പല സമയങ്ങളിലായിട്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞത്, ഒരു തവണയെ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ പറ്റൂ, അത് കഴിഞ്ഞാൽ പറ്റില്ല. രണ്ടും പരസ്പര സമ്മതത്തോടു കൂടെയാണ്. അത് ശരിയാണ്, പരസ്പര സമ്മതത്തോടു കൂടി തന്നെയാണ്. കാരണം വേടൻ ഒന്നുമല്ലാതായിരുന്ന സമയത്ത്, വേടൻ്റെ സൗന്ദര്യമോ പ്രശസ്തിയോ കണ്ടിട്ടൊന്നുമല്ല ഒരു ഡോക്ടറായ ആ ലേഡി അവനെ പ്രണയിച്ചത്. അപ്പോൾ ഒരു വ്യക്തി ആസ് എ പേഴ്സൺ എന്ന നിലയ്ക്കാണ് അയാൾ പ്രണയിച്ചത്. അങ്ങനെ ഒരു സ്ത്രീക്ക് ഇവൻ്റെ പണത്തിനോ പ്രതാപത്തിനോ ഒന്നും വേണ്ടി ഇങ്ങനെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു പറിക്കേണ്ട ഒരാവശ്യമുണ്ടോ ചേച്ചി? അവൾ ഓൾറെഡി പ്രശസ്തയാണ് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക്. അപ്പോൾ ഒന്നുമല്ലാതിരുന്ന ഒരു വേടനെ അവൾ പ്രണയിച്ചത് എന്തുകൊണ്ടാണ്? അവൻ്റെ കവിതയും അവൻ്റെ പാട്ടും ഒക്കെ ഇഷ്ടപ്പെട്ട് അവനെ ആ തുടക്കത്തിലെ സപ്പോർട്ട് ചെയ്ത് അവനോടൊപ്പം നിന്നു. അപ്പോൾ ഒരു പെണ്ണ് ഒരു പുരുഷനെ പ്രേമിക്കുമ്പോൾ അവൾക്കുള്ളതെല്ലാം വിശ്വസിച്ച്, അന്ന് അവർ വിവാഹം ചെയ്യും എന്ന് പലതവണ വേടനാണ് ഫസ്റ്റ് പ്രേമം തുറന്നു പറഞ്ഞത്. വേടനാണ് പല സ്ഥലത്തും അവരെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് പരസ്പരം അവർ സ്നേഹം ഷെയർ ചെയ്തു. ജീവിത പങ്കാളികൾ ഭാവിയിലാകും എന്ന ഒരു ഉറപ്പിന്മേലാണ് അവൾക്കുള്ള വിലപ്പെട്ടതെല്ലാം അവന് കാഴ്ചവെച്ചത്. അല്ലാതെ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഫേമസ് ആയി പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞിട്ട് അവളെ വേണ്ട, പിന്നീട് അവൻ്റെ പ്രശസ്തിക്ക് അനുസരിച്ചിട്ടുള്ള മറ്റൊരാളെ എടുക്കുമ്പോൾ ആരായാലും സ്വാഭാവികമായും അങ്ങനെ ഒരു പരാതി കൊടുക്കും. അത് ചേച്ചിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലാത്തത് കൊണ്ട് ചേച്ചിക്ക് അത് മനസ്സിലാവില്ല. പക്ഷേ അങ്ങനെ അവർ വിവാഹം കഴിക്കും, ഒരുമിക്കാൻ വേണ്ടി സ്നേഹിച്ചു, അങ്ങനെ ശരീരം ഒരു ലിവിങ് ടുഗദർ പോലെ പോയി. അങ്ങനെ പോകാതെ ആയിരുന്നു എങ്കിൽ, ഇങ്ങനൊരു പരാതി കൊടുത്തിരുന്നുവെങ്കിൽ, അവർ ജസ്റ്റ് ഫ്രണ്ട്സായിട്ട് അവരുടെ ഇഷ്ടപ്രകാരം അവർ ശരീരം പങ്കുവച്ചു, ജസ്റ്റ് അല്ലാതെ വിവാഹം കഴിക്കണമെന്നൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ വേടൻ അങ്ങോട്ടാണ് താല്പര്യമെടുത്ത് ചെന്ന് അയാൾക്ക് വശംവദയായി എങ്കിൽ ചേച്ചി പറയുന്നത് സത്യമാണ്. വേടൻ്റെ പ്രശസ്തിയോ പണമോ കണ്ടിട്ട് വേടനെ അപകീർത്തിപ്പെടുത്താനായിട്ട് ഈ ഡോക്ടർ ശ്രമിച്ചു എന്ന് പറയാം. ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ. അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു, സത്യമാണ്. രണ്ടുപേരും ഇഷ്ടപ്പെട്ടിരുന്നു. വേടനാണ് ആദ്യം അത് തുറന്നു പറഞ്ഞത്. അവർ ഭാവിയിൽ വിവാഹം കഴിക്കാനും ഇരുന്നു. പക്ഷേ വിവാഹം കഴിക്കേണ്ട സാഹചര്യം എത്തിയപ്പോൾ വേടൻ കൈമലർത്തി. അപ്പോൾ പിന്നെ ആ സ്ത്രീക്ക് വേടനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, വേടൻ പ്രശസ്തിയിലേക്കേ പോയുള്ളൂ. അപ്പോൾ ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടത് അവളുടെ വിലപ്പെട്ട മാനമാണ്, അവളുടെ കന്യാകാത്വമാണ്. അതുകൊണ്ട് ഇനി മറ്റൊരു പുരുഷൻ്റെ മുമ്പിൽ പോകുമ്പോൾ അവളവിടെ ഒരു സെക്കൻഡ് ഹാൻഡായി. അപ്പോൾ അതൊരു പെണ്ണിന് എത്ര വിലപ്പെട്ടതാണെന്ന് ചേച്ചി മനസ്സിലാക്കണം. അപ്പോൾ ഒരു സ്നേഹിക്കുന്ന പുരുഷന് അവൻ എന്നെ സ്വീകരിക്കും, അവൻ എൻ്റെ ഭർത്താവാകും എന്ന് മനസ്സുകൊണ്ട് ഭരിച്ചാണ് ആ സ്ത്രീ, ആ ഡോക്ടർ അതിനെല്ലാം തയ്യാറായത്. അപ്പോൾ അതിനെ വില കുറച്ച് കാണുന്നത് എങ്ങനെയാണ് ചേച്ചി? ചേച്ചിക്ക് ഒരു വിവാഹത്തിന് മുമ്പുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ലവ്, ഇങ്ങനെ ഒരു അവസ്ഥ ചേച്ചിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി ഒരിക്കലും വേടനെ ന്യായീകരിക്കില്ലായിരുന്നു. ഇനി വേടൻ ഈ സ്ത്രീയെ മാത്രം ഇങ്ങനെ ചെയ്തിട്ടുള്ളൂവെങ്കിലും നമുക്ക് പറയാം ഒരു 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 ആ പ്രായത്തിൽ തോന്നിയ ഒരു ചാബല്യം. പക്ഷെ അയാൾ അങ്ങനെ അല്ലല്ലോ, വേറെയും പല സ്ത്രീകളെ ഉപയോഗിച്ചിട്ടില്ലേ. ചേച്ചി പറയുന്നു വേടൻ വന്ന് മൈക്കിൾ ജാക്സനെ പോലെ വേദിയിൽ നിൽക്കുന്നു എന്ന്. ഒരാൾക്ക് കഴിവുണ്ടെന്നും പറഞ്ഞു അയാൾക്ക് എത്ര പെണ്ണിനെ വേണമെങ്കിലും റേപ്പ് ചെയ്യാനും പീഡിപ്പിക്കാനും എന്തെങ്കിലും ഒരു ലൈസൻസ് നമ്മുടെ നാട്ടിൽ കൊടുത്തിട്ടുണ്ടോ? അവൻ്റെ കഴിവുണ്ടെങ്കിൽ അത് അവൻ്റെ വ്യക്തിത്വമാണ്. അത് വെച്ച് മറ്റു പെണ്ണുങ്ങളെ ഹരാസ് ചെയ്യുക, പെണ്ണിൻ്റെ ശരീരം യഥേഷ്ടം യൂസ് ചെയ്യുക, അങ്ങനെ ഒരു പെർമിഷനൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. അതിന് അങ്ങനെയെങ്കിൽ മമ്മൂട്ടിക്ക് ഈ നാട്ടിലുള്ള എത്ര പെണ്ണിനെ എടുക്കാം?
മമ്മൂട്ടി ഒരു നടനല്ലേ, ഇത്രയും സൗന്ദര്യമുള്ള ഒരാളല്ലേ എന്ന് പറഞ്ഞൂടെ? മോഹൻലാൽ നല്ലൊരു ആക്ട്രസ് അല്ലേ? അയാൾക്ക് ഇവരുടെയൊക്കെ ആ ഒരു ലേബൽ വെച്ചിട്ട് ഇവർക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ നശിപ്പിച്ചുകൂടെ? അപ്പോൾ ആ പറയുന്നത് ഒരിക്കലും നല്ലതല്ല. മൈക്കൽ ജാക്സൺ ആയാലും ശരി, വേടനായാലും ശരി, ഏത് ആക്ടറായാലും ശരി, അവരും ആസ് എ പേഴ്സൺ ഈ ഭരണഘടനയുടെ കീഴിൽ വരുന്ന ഒരു വ്യക്തി മാത്രമാണ് അവർ. അല്ലാതെ അവർക്ക് ഇഷ്ടം പോലെ പെണ്ണിനെ അവരുടെ അടുത്തേക്ക് പ്രശസ്തി അനുസരിച്ച് വരും, അവരെയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ചെറിയാം എന്ന് പറയുന്നതിനോട്, എന്നിട്ടും പുരുഷൻ്റെ അധികാരത്തിനും അവകാശങ്ങൾക്ക് വേണ്ടി തന്നെ ചേച്ചി വാദിക്കുന്നു. എനിക്ക് ചേച്ചിയോട് ആ ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ. നമുക്ക് ഒരവസ്ഥ വന്നാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റൂ. സ്നേഹിക്കുന്ന പുരുഷൻ വഞ്ചിക്കുന്ന ഒരു വേദന ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ, ഒരു പക്ഷേ പ്രസവ വേദന ഏറ്റവും വലിയ വേദന പെണ്ണിൻ്റെ എന്ന് പറയും. പക്ഷേ പ്രസവ വേദന അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ അത് സെക്കൻഡുകൾ മാത്രമേ നിലനിൽക്കൂ, അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രമേ നിലനിൽക്കൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ അനുഭവിച്ചെടുത്തോളം എനിക്ക് തോന്നുന്നത്, നമ്മൾ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച ഒരു പുരുഷൻ ആ സ്ത്രീയെ കൈയൊഴിയുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയാണ് ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അനുഭവിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം വേണം, അവകാശം വേണം. പക്ഷേ അത് മറ്റൊരു സ്ത്രീയുടെ മാനം നശിപ്പിച്ചുകൊണ്ടാവരുത് പുരുഷൻ്റെ അധികാരത്തിനും അവകാശത്തിനും വേണ്ടി വാദിക്കുന്നത്. എനിക്ക് പ്രിയങ്ക ചേച്ചിയോടുള്ള എല്ലാ ബഹുമാനവും നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ചേച്ചി, നമ്മൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം ഉണ്ടെന്ന് പറയും പോലെ രണ്ട് വശവും ചിന്തിക്കണം. ഒരു 5 തവണ അവർ പലയിടത്തും വെച്ച് ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ട് ഈ സ്ത്രീ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നു. കാരണം അപ്പോൾ അവൻ കൊടുത്ത ഞാൻ നിന്നെ വിവാഹം കഴിക്കും, നമ്മൾ നാളെ പാർട്ട്നേഴ്സ് ആണെന്ന് കൊടുത്തൊരു വാക്ക് എവിടെ പോയി? ഇതിൻ്റെ മറുവശം അതല്ലേ? ആ മറുവശം ചേച്ചി എന്തേ പറയാത്തേ? അല്ലെങ്കിൽ അവളെ ഞാൻ ഒരിക്കലും കെട്ടും സ്വീകരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വേടൻ പറയട്ടെ. ഞാൻ അവളെ ഒരിക്കലും ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചിട്ടില്ല എന്ന് വേടൻ പറയട്ടെ. അയാൾ അതും പറയുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ ഡോക്ടറെ കുറ്റക്കാരിയാക്കുന്നത്? അഥവാ അവരൊരു ഡോക്ടറാണ്, അവർക്ക് വേണമെങ്കിൽ അവരുടെ ആ കന്യാകാത്വം അവർക്ക് പിന്നെ പല ഓപ്പറേഷനിലൂടെ മറച്ചു വെച്ചിട്ട് അവർക്ക് വേറൊരു ലൈഫിന് പോകാം. അവരൊരു ഡോക്ടറല്ലേ? ഈ വേടനക്കാലി എന്തുകൊണ്ടും നല്ലൊരു ലൈഫ് പാർട്ട്ണറെ അവർക്ക് കിട്ടും. പക്ഷേ അപ്പോൾ അവന് കൊടുത്ത സ്നേഹം എന്ത് സിൻസിയർ ആയിരുന്നു എന്ന് എന്ത് ചേച്ചി മനസ്സിലാക്കിയില്ല? കാരണം ചേച്ചിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി, ചേച്ചിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടി, ചേച്ചി ആരും ചീറ്റ് ചെയ്തിട്ടില്ല, ചേച്ചിയുടെ മാനം ആരും വിവാഹത്തിന് മുമ്പ് കവർന്നിട്ടില്ല. അതുകൊണ്ട് ചേച്ചിക്ക് വളരെ ഈസി ആയിട്ട് അത് പറയാൻ പറ്റി. പക്ഷേ വിവാഹത്തിന് മുമ്പ് മാനം നഷ്ടപ്പെട്ട ഒരു പെണ്ണിനോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ അത് ആ വേദന അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവൂ. അതുകൊണ്ട് ചേച്ചിയോട് സദയം ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി.